ഹലോ, ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ മട്ടൻ ലിവർ റോസ്റ്റാണ് കേട്ടോ. അടിപൊളി കറിയാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വെറുതെയും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അല്പം ഗ്രേവിയോട് കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കിതാ കുറച്ച് മട്ടൻ ലിവർ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം പോകാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി അതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് കൂടുതലായി ഉപയോഗിക്കുന്നത് കുരുമുളകാണ്. അതുകൊണ്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളകും ലേശം മഞ്ഞൾപ്പൊടിയും അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുത്ത് വയ്ക്കാം. ഇനി അതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും വേണം. ഞാനിപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുക്കാം. അപ്പോൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കാം. സവാള വേണം. 2 സവാള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് നീളത്തിൽ. അതും കറിവേപ്പിലയും വേണമെങ്കിൽ കുറച്ച് പച്ചമുളക് കൂടി എടുക്കാം. അപ്പോൾ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. അധികമൊന്നും ഇട്ട് കൊടുക്കേണ്ട, ലേശം ഇട്ട് കൊടുത്താൽ മതിയേ. അപ്പോൾ കുരുമുളകും മഞ്ഞളും ഉപ്പും കൂടി മിക്സ് ചെയ്ത് വെച്ച കരൾ നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ആ കടുക് പൊട്ടി വന്ന് കഴിയുമ്പോൾ ഞാനൊരു 2 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏലക്കായ ഒന്ന് പതിയെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ചതച്ച് വെച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലപോലെ മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച് സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കണം. ഇനിയിപ്പോൾ നമ്മുടെ സവാള വഴറ്റിയെടുക്കുന്ന നേരത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളകും അതുപോലെ ഒരു 1.5 ടീസ്പൂൺ ചുമന്ന മുളക് പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ സവാള വഴറ്റി കഴിയുമ്പോൾ നമുക്ക് അതും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്ന് നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമുക്ക് ഞാൻ ആ കരൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു 5 വിസിൽ വന്നിട്ട് ആണ് ഞാൻ വേവിച്ച് വെച്ചിരുന്നത്. അപ്പോൾ അത് വേവിച്ച സമയത്ത് 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ആ സവാളയിൽ കിടന്ന് ഇതൊന്ന് വെള്ളം വറ്റുന്നത് വരെ ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. നമ്മുടെ അടിപൊളി കരൾ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മട്ടൻ്റെ ഓരോ ഭാഗങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇന്നിപ്പോൾ മട്ടൻ കരൾ റോസ്റ്റാണ് ഞാനിവിടെ ഉണ്ടാക്കിയത്. അതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.